നമ്മുടെ നാട്ടിലെ കള്ളപ്പണക്കാരെയും കള്ളനോട്ടുകാരെയൊക്കെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പറയാനുള്ളത്. അതായത് നമ്മുടെ കറൻസി നോട്ടുകളില്ലേ, പേപ്പർ നോട്ടുകൾ, ഈ പേപ്പർ നോട്ടുകളൊക്കെ പിൻവലിക്കാൻ പോവുകയാണ്. എന്നിട്ട് പ്ലാസ്റ്റിക് നോട്ടുകൾ, അതായത് പോളിമർ നോട്ടുകൾ കൊണ്ടുവരുന്നു എന്ന തരത്തിൽ വലിയ തോതിൽ മെസ്സേജുകൾ, ഫോർവേഡുകൾ ഒക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിലെന്തെങ്കിലും ചർച്ചയുണ്ടോ? വ്യാപകമായി ഇത്തരത്തിൽ ചർച്ച നടക്കുന്നു, രാജ്യത്താകെ ഇതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. ഏതായാലും രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ട് നിരോധനം നടത്തിയത്. അതുകൊണ്ട് തന്നെ പലർക്കും ഈ വാർത്തകൾ, ഈ വിവരങ്ങളൊക്കെ വരുമ്പോൾ ചെറിയ ആശങ്ക ഉണ്ടാകുന്നുണ്ട്. ശരിയാണ്, ചിലപ്പോൾ പെട്ടെന്ന് ഒരു നിരോധനം വന്നാലോ, പെട്ടെന്നൊരു പ്രഖ്യാപനം ഉണ്ടായോ, ചിലപ്പോൾ ഒരു വൈകുന്നേരമായിരിക്കും രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പ്രധാനമന്ത്രി പറയുന്നത് ഇന്ന് മുതൽ നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ പ്ലാസ്റ്റിക് കറൻസികൾ ഇല്ലെങ്കിൽ പോളിമർ കറൻസികളാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മളുടെ പേപ്പർ കറൻസികൾ നിങ്ങൾക്ക് ബാങ്കിൽ പോയി മാറ്റിയെടുക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടാകുന്നു എന്നൊക്കെ ഒരു പെട്ടെന്നൊരു പ്രഖ്യാപനം വരാനുള്ള സാധ്യതയും ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ വളരെ വലുതാണ്. കാരണം നോട്ട് നിരോധനം വന്നത് നമ്മുടെ രാജ്യത്ത് വലിയ പരിവർത്തനമാണ് ഉണ്ടാക്കിയത്. കാരണം നമ്മുടെ ഈ നോട്ട് നിരോധനത്തിൻ്റെ കാര്യം എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ദുരന്തർ എന്ന് പറയുന്ന സിനിമയിലൂടെ അത് കൃത്യമായി വരച്ച് തന്നിട്ടുമുണ്ട് നമ്മുടെ മുന്നിലേക്ക്. പാകിസ്ഥാൻ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തുരന്ന് തിന്ന് ജീവിച്ച് വരികയായിരുന്നു. അതായത് കോടിക്കണക്കിന് രൂപയുടെ, നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്ര തോതിൽ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ കള്ളനോട്ടുകൾ അടിച്ച് നേപ്പാളിൻ്റെയൊക്കെ ബോർഡുകൾ വഴി രാജ്യത്തിനകത്തേക്ക് കടത്തിക്കൊണ്ട് വന്നത്. നമ്മുടെ കൊച്ചിയിൽ 2 കണ്ടെയ്നർ വന്നതിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. ഏതായാലും അങ്ങനെയൊക്കെ നോട്ടുകൾ വരികയും ഈ പറയുന്ന നമ്മുടെ നാട്ടിൽ ലൂണയൊക്കെ ഓട്ടിച്ച് നടന്ന മീൻ കച്ചവടക്കാരൊക്കെ പെട്ടെന്നൊരു ദിവസം കോടീശ്വരരാവുകയും വലിയ മണിമാളികകൾ പണിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മണിമാളികകൾ പണിഞ്ഞുകൊണ്ടിരുന്നവരെ ഈ നോട്ട് നിരോധനം വന്നിട്ട് ടപ്പയെന്ന് നിർത്തിപ്പോയതും, ചില വലിയ ആരാധനാലയങ്ങളൊക്കെ പണിഞ്ഞു വന്നവരൊക്കെ അത് നിമിഷ നേരം കൊണ്ട് വിറ്റ് അതിൻ്റെ ഭൂമി ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റുകാർക്ക് വിൽക്കുകയും ഈ പണിയൊക്കെ തടസ്സപ്പെട്ടു പോയതുമായിട്ടുള്ള കഥയൊക്കെ നമുക്കറിയാമെന്നുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ ഏതാണ്ട് മലയോര മേഖലയിലേക്ക് പോകുന്ന വഴിക്കാണ് അങ്ങനെ ഒരു ആരാധനാലയം ഒരു കുന്നിൻ പ്രദേശത്ത് സ്ഥാപിക്കാനിരുന്നത് പെട്ടെന്ന് നിന്നുപോയത് എന്നൊക്കെയുള്ള കഥയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഏതായാലും അതിനുശേഷം ഈ പറയുന്ന നേപ്പാൾ വഴിയുള്ള വ്യാപകമായ നോട്ട് കടത്ത്, അതായത് ഇന്ത്യയിൽ അകത്തേക്ക് തള്ളിക്കയറ്റി വന്നിരുന്ന കോടിക്കണക്കിന് രൂപ ഈ സമ്പദ് വ്യവസ്ഥ ആകെ മുടിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയിരുന്നതാണ്. അതെല്ലാം നിന്നുപോയി. അന്ന് നമുക്ക് ഈ ഒരു ആരോപണം ഉയർന്നുണ്ട്, പി ചിദംബരത്തിന് നേരെയും. പി ചിദംബരവും മകനും ഒക്കെയാണ് ഇതിൻ്റെ പിന്നിൽ. ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയുടെ നോട്ടുകൾ പ്രിൻ്റ് ചെയ്തിരുന്ന അതേ സ്ഥലത്താണ് പാകിസ്ഥാനും നോട്ടുകൾ പ്രിൻ്റ് ചെയ്തിരുന്ന, അവിടെ നമ്മൾ കൊടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആരോപണമൊക്കെ വന്നിരുന്നു ആ സമയത്ത്. അതിനുശേഷം ഈ പറയുന്ന നമ്മുടെ പ്രിൻറ്റിങ് കറൻസിയുടെ അച്ചുകൾ ഈ പറയുന്ന പലർക്കും കൈമാറിപ്പോയിട്ടുണ്ട് എന്നും വ്യാപകമായിട്ടുള്ള ആരോപണമൊക്കെ വന്നിരുന്നതിൻ്റെ വസ്തുതകളെ പറ്റിയിട്ടൊക്കെ നമുക്കിപ്പോൾ ചർച്ച ചെയ്യാൻ നേരമില്ലല്ലോ. ഏതായാലും അങ്ങനെ സമ്പദ് വ്യവസ്ഥ നമ്മുടെ ഈ പറയുന്ന നോട്ട് കൊണ്ടിറക്കിയതോടുകൂടി തകരാനൊക്കെ തുടങ്ങിയതാണ്. അങ്ങനെ ആ നോട്ട് നിരോധനം വരുന്നു. അതോടുകൂടി പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥ തകർന്നടിഞ്ഞു. പാകിസ്ഥാനിൽ ഇപ്പോൾ ഒരു കിലോ ആട്ടയ്ക്ക് 1000-ന് മുകളിലാണ് വില. അവിടെ 1 ലിറ്റർ പെട്രോളിന് 500-ന് മുകളിലാണ് വില. അങ്ങനെ വലിയ തോതിൽ വിലക്കയറ്റം അവരെ നിരന്തരമായി ബാധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥ നമ്മൾ നോട്ട് നിരോധിച്ചതുകൂടി തകർന്നടിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നോട്ട് നിരോധനത്തെ സംബന്ധിച്ച് വന്നിരുന്ന ആശങ്കകൾ, അതിനെ തുടർന്നുണ്ടായ കഥകൾ, കാര്യങ്ങൾ ഒക്കെ, വസ്തുതകളൊക്കെ തന്നെ ഇതൊക്കെ തന്നെയാണ്. ഏതായാലും പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു ഇന്ത്യ നോട്ട് നിരോധിച്ചതോടുകൂടി എന്നുള്ളത് വാസ്തവമാണ്. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏതായാലും വീണ്ടും അത്തരത്തിലൊരു നോട്ട് നിരോധനം വരുന്നോ എന്നൊരു സംശയമാണ് ഇപ്പോൾ വരുന്ന. ഈ കള്ളനോട്ടുകളൊക്കെ വലിയ തോതിൽ വ്യാപകമാകുന്നത് കൊണ്ട് അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലാസ്റ്റിക് നോട്ടുകൾ വരുന്നു എന്നുള്ളതുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ ഒരു സൈഡിൽ നിന്ന് വരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടുകൾ പെട്ടെന്ന് ചീത്തയാകും. അതുകൊണ്ട് ഈ പോളിമർ നോട്ടുകളാകുമ്പോൾ പെട്ടെന്ന് ചീത്തയാകില്ല എന്നാണ്. പക്ഷെ അതിൻ്റെ ഒരു വസ്തുത ഉണ്ട് കേട്ടോ, ശരിക്കും പറഞ്ഞാൽ. ഏതായാലും നമ്മുടെ ഈ പ്ലാസ്റ്റിക് കറൻസികൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2015 10 രൂപയുടെ പ്ലാസ്റ്റിക് നോട്ടുകൾ രാജ്യത്തെ തിരഞ്ഞെടുത്ത 5 നഗരങ്ങൾ, നമ്മൾ കൊച്ചി ഉൾപ്പെടെ 5 നഗരങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ നോട്ടുകളെ പറ്റിയിട്ടോ ഇല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് കറൻസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടോ ഒന്നും പിന്നീട് വാർത്തകളൊന്നും വ്യാപകമായി വന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഏതായാലും പക്ഷേ ഇപ്പോൾ നമ്മുടെ RBI കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ ബാങ്കിങ്ങിലാണ്. അതായത് നമ്മുടെ ഈ പറയുന്ന UPI പോലെയൊക്കെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ്, ഇതിനെയൊക്കെയാണ് നമ്മുടെ RBI പ്രോത്സാഹിപ്പിക്കുന്നതെന്നാണ്.
ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ പറയുന്ന പ്ലാസ്റ്റിക് കറൻസികൾ വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പ്രത്യക്ഷത്തിലില്ല എന്ന് വേണം പറയാൻ. പ്രമുഖമായിട്ടുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇതിനെ പറ്റിയിട്ട് ഈ ആശങ്കയെ പറ്റി വാർത്ത പരക്കുന്നതും ആയിട്ടൊക്കെ മെസ്സേജുകൾ ഫോർവേഡുകളൊക്കെ പറ്റിയിട്ടൊക്കെ ചില സൈറ്റുകളൊക്കെ വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിലും ഏതായാലും ഇങ്ങനെ ഒരു സർക്കാർ പ്രഖ്യാപനം ഉണ്ടായതായിട്ട് എവിടെയും പറയുന്നില്ല. ഏതായാലും ഇതിനെ പറ്റിയിട്ടൊരു ആശങ്ക പടരുന്നുണ്ട് എന്നുള്ളതാണ്. അത് അടിസ്ഥാനരഹിതമാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അസ്ഥിരത ഉണ്ടാക്കാനും പിന്നെ അതുപോലെ തന്നെ അസ്വസ്ഥതകളും ആശങ്കകളും ജനിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരം പ്രവണതകൾ എന്നും പറയുന്നുണ്ട്. പക്ഷേ ഏതായാലും മറ്റൊരു വശം ഇതിനെ പറ്റിയിട്ട് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പരീക്ഷണമാകാം. എങ്ങനെ നമ്മുടെ ജനം ഇതിനെ സ്വീകരിക്കും? ഇത്തരത്തിലൊരു നോട്ട് നിരോധനം വന്നാൽ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഇല്ലെങ്കിൽ പുതിയ ഒരു നോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ആൾക്കാരുടെ പ്രതികരണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള സൂചനകൾ ചിലപ്പോൾ പുറത്തുവിടുന്നത് എന്നുകൂടി പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെയുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ പ്ലാസ്റ്റിക് നോട്ടുകൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പേപ്പർ നോട്ടുകൾ പലപ്പോഴും മഴയത്തൊക്കെ ഉപയോഗിച്ച് മഴയത്തൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മഴ തന്നെ ഇപ്പോൾ മഴക്കാലമാണ്. അപ്പോൾ മഴയത്തൊക്കെ ഒന്ന് നനഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അതിൻ്റെ രൂപമൊക്കെ ഒരു അവ്യക്തമാകുന്നത് പോലെയൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. ചിലപ്പോൾ അത് ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതകളും കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ബംഗാളിൽ നിന്നൊരു വാർത്ത വന്നു. സൂട്ട് കേസിൽ വിദ്യാർത്ഥി യൂണിയൻ്റെ ഓഫീസിൽ TMCയുടെ വിദ്യാർത്ഥി യൂണിയൻ്റെ ഓഫീസിൽ അടുക്കി വെച്ചിരുന്ന നോട്ടുകളൊക്കെ ചിതലെടുത്തത്. ഈ പോളിമർ നോട്ടുകളാണെങ്കിൽ അങ്ങനെ ചിതലെടുക്കുമോ എന്ന് പേടിക്കേണ്ട, നനയുമ്പോൾ ചീത്തയാവുമോ എന്ന് പേടിക്കേണ്ട. ഏതായാലും അതൊരു നല്ല പരീക്ഷണമാണ്. അത്തരത്തിൽ പ്ലാസ്റ്റിക് നോട്ടുകളൊക്കെ നമ്മുടെ പരീക്ഷണാടിസ്ഥാനത്തിലൊക്കെ ഒന്ന് വിതരണം ചെയ്തിട്ട് പിന്നെ അതിനെ സ്ഥിരമാക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് വ്യാജ നോട്ടുകളെ, കള്ള നോട്ടുകളെ പ്രതിരോധിക്കാൻ മികച്ച മാർഗ്ഗമാണെന്ന് പറയുന്നുണ്ട്. കാരണം ഈ പോളിമർ പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്നതാണ്. ഇവയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കാനും സൃഷ്ടിക്കാനും സാധാരണഗതിയിൽ സാധാരണ ആൾക്കാർക്ക് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് നടക്കില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. കാരണം കൃത്യമായിട്ടുള്ള കെമിക്കൽ കോമ്പിനേഷനുകളിലൂടെയാണ് ഇത് നിർമ്മിക്കുന്നത്. ഇതിൻ്റെ വ്യാജന അടിച്ചിറക്കി ഇത്തിരി പ്രയാസമുണ്ട് എന്നുള്ളതാണ്. അത് പെട്ടെന്ന് പാകിസ്ഥാന് കഴിഞ്ഞൊന്നും വരില്ല. കാര്യം അത് മാത്രവുമല്ല, ഇത് സാധാരണ പേപ്പർ കറൻസിയേക്കാൾ മൂല്യം കൂടുതലായിരിക്കും ഇത് നിർമ്മിക്കാനുള്ള ചിലവ്. ഏതായാലും 10 രൂപയുടെ നോട്ടിന് 15 രൂപ വില വരില്ല എന്തായാലും. എങ്ങനെയായാലും കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. കാരണം അതിന് ആയുസം കൂടുതലായിരിക്കുമെന്നാണല്ലോ പറയുന്നത്. ഏതായാലും ഇത്തരത്തിലാണ് വാർത്ത വരുന്നത്. ഒരു പക്ഷേ പെട്ടെന്നൊരു നോട്ട് നിരോധനം വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന പ്ലാസ്റ്റിക് കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ശരിയല്ല എന്ന് മിക്കവാറും എല്ലായിടത്തും നമുക്ക് അന്വേഷിക്കുമ്പോൾ ഇല്ലെങ്കിൽ സെർച്ച് ചെയ്യുമ്പോൾ അറിയാൻ കഴിയുന്നത് അത്തരത്തിലൊരു വാർത്തയില്ല, ഒരു പെട്ടെന്നൊരു നോട്ട് നിരോധനത്തിൻ്റെ സാധ്യത ഇല്ല എന്നുള്ളതാണ്. ഏതായാലും പ്ലാസ്റ്റിക് കറൻസിയുടെ സാധ്യത സർക്കാർ തന്നെ പഠിച്ച് നടപ്പിലാക്കുന്നെങ്കിൽ അത് വരട്ടെ. നമുക്ക് എന്തായാലും കാത്തിരുന്ന് തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.